ആദ്യം സർവേ ഉദ്ഘാടനം, പിന്നാലെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം, ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ ഇനമായി പാറ പൊട്ടിക്കൽ ഉദ്ഘാടനവും. വയനാട് തുരങ്കപാതയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഉദ്ഘാടനങ്ങളുടെ എണ്ണം കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതിയ ഉദ്ഘാടന പരമ്പരയ്ക്കാണ് കേരളക്കര കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയന് ശരിക്കും ഇത്രയ്ക്കും നാണമില്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ പരസ്യമായി ചോദിക്കുന്നത്. പാറ പൊട്ടിക്കാൻ സ്വിച്ച് ഇടാൻ പോകുന്നത് സാധാരണ ആ പണി ചെയ്യുന്ന തൊഴിലാളികളാണ്, അല്ലാതെ സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയല്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാപകമായ പരസ്യ കോലാഹലങ്ങളോടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള വെറും പ്രഹസനമാണ് ഈ ഉദ്ഘാടന മാമാങ്കമെന്നാണ് സതീശൻ ആഞ്ഞടിച്ചത്. വികസനത്തിന്റെ പേരിൽ സർക്കാർ കാണിച്ചുകൂട്ടുന്ന ധൃതി പരിസ്ഥിതിക്ക് വലിയ ആഘാതമാകുമെന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷം ഇതിലൂടെ നൽകുന്നത്. വയനാട് പോലെയുള്ള അതീവ പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശത്ത് എൻവിയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി അഥവാ പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താതെ ഇത്ര വലിയൊരു തുരങ്കമുണ്ടാക്കാൻ എങ്ങനെയാണ് അനുമതി നൽകുക എന്നതാണ് പ്രധാന ചോദ്യം. പശ്ചിമഘട്ടത്തിന്റെ തനിമ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം പദ്ധതികൾക്ക് ശാസ്ത്രീയമായ പഠനങ്ങൾ നിർബന്ധമാണ്. എന്നാൽ വികസന വിരുദ്ധരായി പ്രതിപക്ഷത്തെ ചിത്രീകരിക്കാനാണ് CPM പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് സതീശൻ ആരോപിച്ചു. സർവേ ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ പാരിസ്ഥിതിക പഠനത്തിന്റെ ആവശ്യകത താൻ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും എന്നാൽ സർക്കാർ അത് സൗകര്യപൂർവ്വം മറന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഈ സ്വിച്ച് ഇടൽ വെറുമൊരു സാങ്കേതിക നടപടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ വോട്ട് കൊയ്യാൻ നടത്തുന്ന ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണെന്നാണ് സതീശൻ ആവർത്തിക്കുന്നത്. പാറ പൊട്ടിക്കാൻ തൊഴിലാളികൾ പോരെ, അതിനെന്തിനാണ് സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ തന്നെ നേരിട്ടെത്തുന്നത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും ഇതോടെ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. വികസനത്തിന്റെ തിളക്കം കൂട്ടാൻ ഇത്തരം നാടകങ്ങൾ അത്യാവശ്യമാണെന്ന് CPM കരുതുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ നീക്കങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ഭരണ തുടർച്ചയുടെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന LDF സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാനും വി.ഡി. സതീശൻ മറന്നിട്ടില്ല. ഒരു ഗവൺമെന്റ് തുടങ്ങിയ വികസന പദ്ധതികൾ അടുത്ത ഗവൺമെന്റ് പൂർത്തിയാക്കുക എന്നത് ജനാധിപത്യപരമായ ഉത്തരവാദിത്തമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച പാലം പകുതിയാക്കി വയ്ക്കാൻ പിൻഗാമികൾക്ക് കഴിയില്ല. എന്നാൽ ലൈഫ് പദ്ധതിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ അതിൽ ഭൂരിഭാഗവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചവയാണ് എന്നതാണ് വാസ്തവം. ഉമ്മൻചാണ്ടി സർക്കാർ വെറും 5 വർഷം കൊണ്ട് 4,43,000 വീടുകൾ നിർമ്മിച്ചപ്പോൾ ഇടത് സർക്കാർ 10 വർഷം കൊണ്ടാണ് 5 ലക്ഷം എന്ന നാഴികക്കല്ലിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം കണക്കുകൾ സഹിതം സമർത്ഥിച്ചു. താൻ ഉന്നയിക്കുന്ന കണക്കുകൾ കള്ളമാണെന്ന് നാളെ CPM നേതാക്കൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചേക്കാമെന്ന് സതീശൻ മുൻകൂട്ടി പ്രവചിച്ചു. എന്നാൽ ഈ കണക്കുകൾ നിയമസഭയിൽ മന്ത്രിമാർ തന്നെ നൽകിയ മറുപടിയാണെന്നും സംശയമുള്ളവർക്ക് അത് വായിച്ചു കേൾപ്പിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. 5 കൊല്ലം കൊണ്ട് UDF സർക്കാർ ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഇടതുപക്ഷത്തിന് 10 വർഷം വേണ്ടി വന്നുവെന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വികസനത്തിന് തിളക്കം വരുത്താൻ മുഖ്യമന്ത്രി പാറമടകളിൽ സ്വിച്ചിടാൻ നടക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു കിടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് തുരങ്കപാതയുടെ കാര്യത്തിൽ UDF അധികാരത്തിൽ വന്നാൽ കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കുമെന്നും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് വേണ്ടത്, അല്ലാതെ വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി വികസനത്തെ മാറ്റരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ട് ലക്ഷ്യമിട്ടുള്ള ഇത്തരം നാടകങ്ങൾ ആളുകൾ ആകർഷിക്കുമെങ്കിലും പ്രായോഗിക തലത്തിൽ അത് നാടിന് എന്ത് ഗുണമുണ്ടാക്കുമെന്ന് പരിശോധിക്കപ്പെടണം. മുഖ്യമന്ത്രിയുടെ പാറപൊട്ടിക്കൽ ഉദ്ഘാടനം ഒരു തമാശയായി കേരള ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ ഇത്തരം പ്രകടനങ്ങൾ ഇനി അധികകാലം വിലപ്പോവില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവും ജനങ്ങളും നൽകുന്ന ഉപദേശം.